ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആമീസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്ട് വീട്ടിൽ പോയപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ നാട്ടിട്ടുണ്ട്. പച്ചക്കറികളൊക്കെ അത്യാവശ്യം കൃഷി ചെയ്തേക്കുന്നത് കണ്ടു. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ. പയറുണ്ട്, ചീനിയുണ്ട്, പാവലുണ്ട്, വെണ്ടയുണ്ട്, ചീരയുണ്ട്, ചുമന്ന ചീരയുണ്ട്, വെള്ളച്ചീരയുണ്ട്, കുപ്പച്ചീരയുണ്ട്, നല്ല കാന്താരി മുളകും ഉണ്ട്. പയറൊക്കെ നന്നായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരുവിധമൊക്കെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിനകത്തൊക്കെയാണ് നട്ടേക്കുന്നത്. തക്കാളിയൊക്കെ പാവിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മൂട്ടിൽ കാണുമ്പോൾ അറിയാം കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാമ്പലും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെണ്ടയ്ക്ക, കുറച്ച് അടയ്ക്കാമരമൊക്കെ പാവിയിട്ടുണ്ട്. നല്ലൊരു മത്തങ്ങയുണ്ട്. മത്തയിലയൊക്കെ തോരൻ വെച്ച നല്ല സൂപ്പറാണ്. പിന്നെ വേലിച്ചീരയുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ വേലിച്ചീര, മൈസൂർ ചീര, മധുരച്ചീര അങ്ങനെയൊക്കെ കുറേ പേരിൽ അറിയപ്പെടും. കുറച്ച് വെണ്ടയ്ക്കയുണ്ട്. ഒരു കാപ്പി നട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയൊക്കെ ഉണ്ട്. മുളകൊക്കെ പാവിയത് നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. വലിയ 2-3 മുളകും ഉണ്ട് കേട്ടോ. നല്ല പച്ചമുളകും മീൻകറിക്കകത്തൊക്കെ ഇട്ട സൂപ്പറാണ് അതിൻ്റെ മണം. നല്ല ഉണ്ടമുളകൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പൂക്കൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. മഴയിൽ കൊഴിഞ്ഞു പോയതായിരിക്കും. എന്നാലും അത്യാവശ്യം പൂക്കളും മുളകും ഒക്കെ പിടിച്ച് വരുന്നുണ്ട്. ഒരു കുരുമുളക് നട്ടിട്ടുണ്ട്. ഇന്നത്തെ പണിയായിരുന്നു കേട്ടോ. താഴെ തൊടിയിൽ നിറച്ചതാ മുളക് നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗ്രോ ബാഗിനകത്തും ചെടിച്ചട്ടിക്കകത്തും അല്ല കേട്ടോ പയർ നട്ടേക്കുന്നത്. തറയിൽ തന്നെയാണ് നട്ട് പന്തലിട്ടേക്കുന്നത്. മരക്കമ്പ് കൊണ്ടുവന്നാണ് പന്തലിട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. വാഴവള്ളിയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് തേക്കൊക്കെ പാവിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വാഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിൽപ്പുണ്ട്. വെണ്ടയും എല്ലാം മിക്സ് ചെയ്തിങ്ങനെ നട്ടേക്കുകയാണ് കേട്ടോ. ഒന്ന് മാത്രമായിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ടല്ല നട്ടേക്കുന്നത്. എല്ലായിടത്തും നട്ടിട്ടുണ്ട്. ഇതൊക്കെ വിത്തിന് മാറ്റി വെച്ചേക്കുക. നല്ല നീളമുള്ള പയർ നോക്കി. നമുക്കെപ്പോഴും വിഷം ഒഴിച്ച സാധനങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നത്. വിഷമൊക്കെ ഉള്ള പയറും പച്ചക്കറികളൊക്കെ ഇതിൽ കിട്ടുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളാണ് കേട്ടോ. എങ്ങും കൊടുക്കാനൊന്നും അല്ല കേട്ടോ, വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്.